സ്ത്രീകളെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ CPM നടത്തുന്നത് UDF നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് പറഞ്ഞു. CP മാത്യുവിന്റെ അധിക്ഷേപത്തിനിരയായ ലിസി ഇന്ന് ഇടുക്കി പോലീസിൽ മൊഴി നൽകി. തുടർന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ലിസി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രനെ ഉൾപ്പെടെ അധിക്ഷേപിച്ച CP മാത്യു തന്റെ പതിവ് ശൈലി തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായെന്ന് ലിസി ജോസ് ആരോപിച്ചു. ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടും CP മാത്യുവിനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കാത്തത് അവർ സ്ത്രീകളെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്നതിന് CP മാത്യുവിന് ഒത്താശ ചെയ്യുന്നതിന്റെ തെളിവാണ് എന്നാണ് ലിസി ആവർത്തിക്കുന്നത്. റോയ് കെ പൗലോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വാഴത്തോപ്പ് പള്ളിത്താഴത്ത് വെച്ചാണ് ലിസി ജോസിനെ അധിക്ഷേപിച്ചുകൊണ്ട് CP മാത്യു പ്രസംഗിച്ചത്. മാത്രമല്ല, കഞ്ഞിക്കുഴിയിലെ കോൺഗ്രസ് നേതാവായ രാജേശ്വരിയോട് താൻ ബ്ലൗസ് വലിച്ചു പറിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും 50ഓളം യുവാക്കളെ കാപ്പിപ്പത്തലുമായി സംഘർഷത്തിന് തയ്യാറാക്കി രംഗത്തിറക്കിയിരുന്നതായും CP മാത്യു വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് മാധ്യമങ്ങളിൽ വന്നതോടെ CP മാത്യുവിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ CP മാത്യുവിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. എന്നിട്ടും സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഒരുവിധ നടപടിയും കോൺഗ്രസ് നേതൃത്വം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇതിനിടെയാണ് ലിസി ജോസ് തന്റെ പരാതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. DCCയുടെ പ്രസിഡന്റ് CP മാത്യു സ്ത്രീത്വത്തെ അപമാനിക്കത്തക്ക രീതിയിലുള്ള പ്രസംഗങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിനകത്ത് SC/ST വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ആകമാനം അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വിഷയമുണ്ടായാൽ അപ്പം തന്നെ ബ്ലൗസ് വലിച്ചു കീറി പ്രശ്നം ഉണ്ടാക്കണമെന്നും അതിലൂടെ മറുഭാഗത്തുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ കുടുക്കിലാക്കണമെന്നുള്ള ആഹ്വാനത്തോടു കൂടിയുള്ള പ്രസംഗമാണ് നടത്തിയത്. അതിൻ്റെ ഭാഗമായി വ്യക്തിപരമായി ഞാൻ സായിപ്പിൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രനെ ഇതുപോലെ തന്നെ മാനസികമായി സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ച പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് കാലങ്ങളായി നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ DCC പ്രസിഡന്റ് CP മാത്യുവിൻ്റെ ഒരു പൊതു സമീപനമായി മാറിയിരിക്കുകയാണ് സ്ത്രീകൾക്കെതിരെയുള്ള ഇതുപോലത്തെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ. CP മാത്യു രാജിവെക്കുക മാത്രമല്ല, സ്ത്രീ സമൂഹത്തോട് മുഴുവൻ മാപ്പ് പറയണമെന്നും ലിസി ജോസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.